ഡേറ്റാ സയൻസിന്റെ കോഴ്സ് നിങ്ങൾ പഠിച്ചു തീർന്നു, പക്ഷെ ജോലിയൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രിപ്പയർ ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഡേറ്റാ സയൻസ് ഇന്റർവ്യൂ റോൾസിന് പോകുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പ് 5 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഇസ് ഡേറ്റാ സയൻസ്? അപ്പോൾ ഇത് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഡേറ്റാ സയൻസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ജനറൽ ആയിട്ടുള്ള ആൻസർ ഫസ്റ്റ് കൊടുക്കുക. സോ ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻസ് ആൻഡ് ഇൻസൈറ്റ്സ് എല്ലാം കണ്ടെത്തി അതിന് ബിസിനസ്സിന് എങ്ങനെ ഉപകാരപ്രദമാവും എന്നുള്ള രീതിയിൽ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ആൻസർ. മേ ബി ഒരു സെയിൽസ് റിപ്പോർട്ടിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ കയ്യിലൊരു സെയിൽസ് റിപ്പോർട്ട് ഉണ്ട്, ആ ഒരു സെയിൽസ് റിപ്പോർട്ട് വെച്ചിട്ട് നിങ്ങൾ കാര്യകാരണങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി എ വെരി ഗുഡ് ആൻസർ. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അണ്ടർ ഫിറ്റിംഗ് ആൻഡ് വാട്ട് ഈസ് ഓവർ ഫിറ്റിംഗ് എന്നുള്ളത്. മിക്ക ഡേറ്റാ സയൻസ് ഇന്റർവ്യൂസിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അണ്ടർ ഫിറ്റിംഗ് എന്താണ്, ഓവർ ഫിറ്റിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓവർ ഫിറ്റിംഗ് അണ്ടർ ഫിറ്റിംഗ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ആദ്യം ജനറലൈസ് ചെയ്ത് പറയാം. സോ എന്താണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്? മോഡൽ ട്രെയിനിങ് സമയത്ത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ഓക്കെ, പക്ഷെ ടെസ്റ്റിംഗ് സമയത്ത് വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ അണ്ടർ ഫിറ്റിംഗ് എന്താണ്? അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ സമയത്തുള്ള പെർഫോമൻസ് ലോ ആയിരിക്കും ആൻഡ് ഓൾസോ ടെസ്റ്റിംഗ് വരുമ്പോഴും പെർഫോമൻസ് ചിലപ്പോൾ കുറഞ്ഞായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. സോ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ വർക്ക് ഫ്ലോ ഓഫ് ഡേറ്റാ സയൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രോജക്ട് യു ഹാവ് ഡൺ. ഓക്കെ, അപ്പോൾ ഡേറ്റാ സയൻസ് പ്രോജക്റ്റിന്റെ ഒരു വർക്ക് ഫ്ലോ ആണ് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞെടുക്കാം. അപ്പോൾ ജനറലി വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്ന് പ്രോബ്ലം ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് പറയാം, ആൻഡ് ദെൻ ഡേറ്റ കളക്ഷൻ, ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക, ആ സംഭവങ്ങളൊക്കെ ഡേറ്റ കളക്ഷനിൽ കൂടെ നമ്മളിങ്ങനെ ചെയ്തു പോകും. ഓക്കെ, ആൻഡ് മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്? ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, ദാറ്റ് ഇസ് ഡേറ്റ ക്ലീനിങ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റെപ്പാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ എന്ത് വരും? ഫീച്ചർ എഞ്ചിനീയറിംഗ് വരും, ആൻഡ് ദെൻ മോഡൽ ബിൽഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് സ്റ്റെപ്സ് പറഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിന്റെ കൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണോ ചെയ്തത് അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവുക. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റിനെ നമ്മൾ ആൻസർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നാലാമതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ വിൽ യു ഹാൻഡിൽ മിസ്സിംഗ് വാല്യൂസ് ഇൻ എ ഡേറ്റാ സെറ്റ്? ഒരു ഡേറ്റാ സെറ്റിലുള്ള മിസ്സിംഗ് വാല്യൂസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ യു ഹാവ് ടു സേ ഒരു ഡേറ്റാ സെറ്റ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡേറ്റാ സെറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ഡേറ്റാ സെറ്റിനും ഓരോ തരത്തിലുള്ള, അല്ലെങ്കിൽ ഓരോ സ്വഭാവമാണ് വരുന്നത്. അപ്പോൾ ജനറലി നമ്മൾ ഡേറ്റ ക്ലീനിങ് അല്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. ഒന്ന്, മിസ്സിംഗ് വാല്യൂസിനെ നമുക്ക് മീൻ വെച്ചിട്ട് ഇംപ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മീൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്യൂട്ടേഴ്സ് ഉണ്ട്, സിമ്പിൾ ഇംപ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. സിമ്പിൾ ഇംപ്യൂട്ടർ അല്ലെങ്കിൽ KNN ഇംപ്യൂട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. ആ മൊഡ്യൂൾസ് ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാം? മിസ്സിംഗ് വാല്യൂസിനെ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഈ റീപ്ലേസ് ചെയ്യുന്നതൊക്കെ എന്തനുസരിച്ചിട്ടിരിക്കും? പല സിറ്റുവേഷൻസിലാണ്. സോ ഇപ്പോൾ നമ്മുടെ ഡേറ്റാ സെറ്റിന് ഔട്ട്ലയേഴ്സ്, ഒരു പെർട്ടിക്കുലർ കോളത്തിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? ആ ഒരു ഔട്ട്ലയർ ഉള്ള കോളത്തിൽ മിസ്സിംഗ് വാല്യൂവിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മീഡിയൻ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് അതിന് എന്തൊക്കെ തരത്തിലുള്ള എന്താ പറയുക വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ. വെറൈറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓരോ കോളത്തിന്, ഇപ്പൊ ഒരു കോളത്തിൽ ഔട്ട്ലയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മീഡിയൻ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. ഔട്ട്ലയർ ഇല്ല എന്നുള്ള സ്ഥിതിക്ക് ആ കോളത്തിന്റെ മീൻ വെച്ചിട്ടായിരിക്കും നമ്മൾ മിസ്സിംഗ് വാല്യൂവിനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം പ്രോപ്പർ ടെക്നിക്സ് ആദ്യം മനസ്സിലാക്കുക, ആൻഡ് ദെൻ പ്രോപ്പർ ആയിട്ട് അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നീട് വരാൻ സാധ്യതയുള്ള അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ ഗ്രേറ്റ് ചാലഞ്ച് ദാറ്റ് യു ഹാവ് ഫേസ്ഡ്
ഇൻ എ പ്രോജക്റ്റ് ദാറ്റ് യു ഹാവ് ഡൺ. നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ ചെയ്ത ഏറ്റവും വലിയ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് ഏതാണ്, ആൻഡ് ആ ചലഞ്ച് എന്തായിരുന്നു, അത് എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റനും കൂടെ വരാനായിട്ട് സാധ്യതയുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പൊ അതും ഒന്ന് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റ സെറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. സേ ഇപ്പോൾ ഒരു ചലഞ്ചിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി ഒരു മോഡൽ തന്നിട്ടുള്ള അക്യുറസി മേ ബി കുറവായിരിക്കും. സോ അതിന്റെ റീസൺ എന്തായിരിക്കണം? സോ അങ്ങനെയുള്ള പല കേസുകളുണ്ട്. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ഓരോ റിസൾട്ടുകളായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിലെ ഏറ്റവും വലിയ ചലഞ്ച് ഏതാണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ആ ചലഞ്ച് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞ രീതിയിൽ പ്രോപ്പർ ആയിട്ടൊന്ന് ആൻസർ ചെയ്യുക. സോ ഫസ്റ്റ് ആ ഒരു ആൻസർ എന്താണെന്നുള്ളത് ജനറലൈസ് ചെയ്ത് പറയുക, ആൻഡ് തന്നെ ഒരു എക്സാമ്പിൾ സഹിതം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് മോസ്റ്റ്ലി നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിൽ നിന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഇന്റർവ്യൂവറിന് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡേറ്റാ സയൻസ് റോളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 5 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണിത്. ഓക്കെ, സോ അതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ആൻഡ് വേറെ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്